കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിടുതലിനായിട്ട് നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന നിരവധിയായ പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭയത്തിൻ്റെ, ഉത്കണ്ഠകളുടെ, അശുദ്ധിയുടെ ഒക്കെ കെട്ടുകൾ അഴിഞ്ഞു പോകാൻ ഉള്ളൊരു വചനമാണ് നമ്മൾ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിലുള്ള സാത്താൻ്റെ ശക്തികൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, ക്രിസ്തു ജീവിതത്തിൻ്റെ, ക്രിസ്തുമാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന തടസ്സങ്ങൾ ഒക്കെ മാറാനുള്ള ഒരു വചനം നമ്മൾ കേൾക്കുക. തീഷ്ണതയോടെ നമുക്ക് കേൾക്കാൻ പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 66:1 മുതലുള്ള വചനം. ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം! അങ്ങയുടെ ശക്തി പ്രാഭവത്താൽ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു, അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു, അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. അവിടുന്ന് ജനതകളെ നിരീക്ഷിക്കുന്നു. കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാനുള്ള ഒരു രഹസ്യവചനം ഇതിനകത്തുണ്ട്. ശരിക്കും എന്താണ് രഹസ്യവചനം? സ്തുതിപ്പിൻ്റെ വചനം. സ്തുതിപ്പിന് ഭയങ്കരമായ ഒരു അഭിഷേകമുണ്ട്. പലർക്കും അത് രഹസ്യങ്ങൾ തുറന്നു കിട്ടിയിട്ടുള്ളവരുണ്ട്, ചിലക്ക് അല്പസ്വല്പം കിട്ടിയിട്ടുള്ളവരുണ്ട്, ചിലപ്പോൾ ഒട്ടും കിട്ടാത്തവരുണ്ട്. ചിലർക്ക് ഇത് വലിയ ബഹളമാണ്. സ്തുതി, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറയുമ്പോൾ അസ്വസ്ഥതയാണ്. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇങ്ങനെ പലരും പറയാറുണ്ട്. ശരിയാണ്, ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശരിക്കും സത്യത്തിൽ എന്താണ് ഈ സ്തുതിപ്പ്? എന്താണ് സ്തുതിപ്പിൻ്റെ മഹത്വം? എന്താണ്? ദൈവത്തെ നമ്മൾ ഏറ്റുപറയുക. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി തൻ്റെ ജീവിതം മുഴുവനും ദൈവമാണ് തന്നത്. ഞാൻ എന്തായിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ 1 കൊരിന്ത്യർ 15:10 പറയും, ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണ്. ആ ദൈവകൃപയ്ക്ക് നിരന്തരം നന്ദി പറയുന്ന ജീവിതം, താങ്ക്സ് ഗിവിങ് കൊടുക്കുകയാണ്. ശരി, തിരുസഭ ഓരോ ദിനത്തിലും വിശുദ്ധ ബലിയർപ്പിക്കുന്നത് ആ താങ്ക്സ് ഗിവിങ്, നന്ദി പ്രകടനം, നന്ദി പ്രകാശനം. പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനായ ഈശോ മിശിഹായിലൂടെ നമുക്ക് നൽകിയ രക്ഷയോർത്ത്, ആ ഈശോ മിശിഹ തൻ്റെ പീഡാസഹനം, കുരിശ് മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഈ സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഒക്കെ നൽകിയ രക്ഷയോർത്ത്, ആ ക്രിസ്തുവിലൂടെ ജനിച്ചു വീണ ദൈവമക്കളായ നമ്മൾ, ദൈവജനം, സഭ, തിരുസഭ, അനുദിനം ആ ദൈവത്തിൻ്റെ രക്ഷാകര സംഭവങ്ങൾ, രക്ഷാകര പ്രവൃത്തി, മനുഷ്യവംശത്തെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്തത്തിൽ നിന്ന് പുത്രൻ തമ്പുരാൻ മോചിപ്പിച്ച ആ സംഭവങ്ങൾ, രക്ഷാകര സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അനുദിനം നടത്തുന്ന സ്തുതികളുടെ പ്രാർത്ഥനകളാണ് ശരിക്കും പറഞ്ഞാൽ ദിവ്യബലി. അനുസ്മരണമാണ് ദിവ്യബലി. ആ സ്തുതിപ്പ് തന്നെ, സ്തുതിപ്പാണ് ശരിക്കും സ്തുതിക്കുന്ന സംഭവമാണ്. പഴയ നിയമത്തിൽ ദൈവജനം അവർ ജെറുസലേം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ സങ്കീർത്തനങ്ങളുടെ ദേവാലയത്തിൽ വെച്ച് അവർ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു, ആരാധിക്കുമായിരുന്നു, മഹത്വപ്പെടുത്തുമായിരുന്നു. അതുകൂടാതെ തന്നെ ഒരു സിനഗോഗുകൾ ഒരുമിച്ച് കൂടുമ്പോഴും ദൈവസ്തുതിപ്പുകളും ദൈവാരാധനകളും നടത്തുക. ഇതുകൊണ്ടാണ് സുവിശേഷത്തിൽ കാണാൻ പറ്റും, ഇവർ അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ഈ കല്ല്, അതായത് ഇവർ സ്തുതിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ദൈവത്തെ ആർപ്പ് വിളിക്കുന്നു പറയുമ്പോൾ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ സ്തുതിപ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 25-26. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. വലിയൊരു സംഭവമാണ്. സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ആ തടവറയിലുണ്ടാകുന്ന വലിയൊരു മിറക്കിള്, ദൈവ ചൈതന്യം ഇറങ്ങി വരിക. ശരിക്കും സ്തുതിക്കുന്ന സ്ഥലങ്ങളിൽ, ഒരേ മനസ്സോടെ സ്തുതിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങി വരിക. വിശുദ്ധ കുർബാനയിലൊക്കെ ശരിക്കും അവിടെ തടവറയിൽ നിന്നുള്ള വിടുതൽ നൽകുന്ന സമയമാണ് വിശുദ്ധ കുർബാനയൊക്കെ, ബന്ധനഴിയുന്ന. അതുപോലെ ദൈവജനം ഒത്തൊരുമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയങ്ങളിൽ അല്ലാണ്ട് തന്നെ ഒരുമിച്ച് കൂടി വിശ്വാസത്തിലൂടെ ആ ദൈവമഹത്വം കണ്ടുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബന്ധനം അഴിഞ്ഞു പോകും, കെട്ടഴിഞ്ഞു പോകും. തടവറയുടെ അടിത്തറ കൊല്ലുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു, വലിയ സംഭവങ്ങളുണ്ട്. ശരി, ജീവിതത്തിൽ വലിയ ഭൂകമ്പങ്ങളുണ്ടാകും, വലിയ മാറ്റമുണ്ടാകും. എന്താ അവിടെ സംഭവിക്കുന്നത്? അതായത് ദൈവത്തെ ഏറ്റുപറയുക, ആ ദൈവത്തിന് സ്തുതി അർപ്പിക്കുക, എല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക, എല്ലാം വിട്ടുകൊടുക്കുക. ഈ പ്രപഞ്ചത്തെയോ ദൈവത്തിന് നന്ദി പറയാം. എൻ്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല, എൻ്റേതെന്ന് പറയാൻ എൻ്റെ പാപങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ ദൈവമേ നിൻ്റെ ദാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകും. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. ധ്യാനങ്ങൾ കാണാറുണ്ട്, വർഷങ്ങളായിട്ട് മദ്യപാനത്തിന് അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ, മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട മക്കൾ, ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ട മക്കൾ, അല്ലെങ്കിൽ രോഗികളായ മക്കൾ ഒക്കെ സുഖം പ്രാപിക്കുന്നത് കാണാൻ പറ്റും. കഴിഞ്ഞ ആളുകളുടെ ഒരു ധ്യാനത്തിൽ വെച്ച് 2 തളർവാദ രോഗികൾ സുഖപ്പെട്ട് എഴുന്നേറ്റ് വന്നു. ആ കൂട്ടത്തിൽ ഒരാൾ 2 ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയ ആൾക്ക് അത്ഭുതകരമായ സൗഖ്യം സംഭവിച്ചു. എപ്പോഴാണ് സംഭവിച്ചെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ സംഭവിക്കുക. നിങ്ങളുടെ വീടുകളിലൊക്കെ സ്തുതിപ്പുള്ളത് നല്ലതാണ്. സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. വെറുതെ ഒരു ബഹളം വെക്കലല്ല, ശബ്ദമുണ്ടാക്കലല്ല, മറിച്ച് ആ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസത്തോടെ ആ ത്രിയേക ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ സംഭവിക്കും. കുടുംബത്തിലെ തിന്മയുടെ കെട്ടഴിയും, കുടുംബത്തിൻ്റെ അടിത്തറ കുലുങ്ങണം. ചില വ്യക്തികളുടെ അടിത്തറ കുലുങ്ങണം. കാരണം ചില പാപത്തിന് അടിമകളായ മക്കളുണ്ട്. വർഷങ്ങളായി മദ്യപാനത്തിന്, പുകവലിക്ക്, മയക്കുമരുന്ന്, ലഹരികൾക്ക് അടിമപ്പെട്ട മക്കൾ, ദൈവനിഷേധികളായ മക്കൾ, നിരീശ്വരവാദം പറയുന്ന മക്കൾ, ഭയങ്കര അഹങ്കാരത്തിന് അടിമപ്പെട്ട മക്കൾ, പ്രാർത്ഥനയോടൊക്കെ വിരക്തിയുള്ള മക്കൾ, വളരെ വിമർശിച്ച് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന മക്കൾ, മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്ന മക്കൾ, ഇവരുടെയൊക്കെ ഈ ബന്ധനം അഴിഞ്ഞു പോകണം. കുടുംബത്തിലെ ഭിന്നത വിട്ടുപോകണമെങ്കിൽ, വെറുപ്പ് വിട്ടുപോകണമെങ്കിൽ, പക വിട്ടുപോകണമെങ്കിൽ, ധനത്തോടുള്ള കൊതി വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുമിച്ച് കൂടിയുള്ള സ്തുതിപ്പ് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള സ്തുതിപ്പ് വേണം. നമ്മളിൽ തന്നെയുള്ള ഒരുപാട് പാപക്കെട്ടുകൾ അഴിഞ്ഞു പോകും. നമ്മളെപ്പോഴും ഹല്ലേലൂയ, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, എൻ്റെ ദൈവമേ നന്ദി, എൻ്റെ കർത്താവേ ആരാധന, എൻ്റെ ഈശോയെ മഹത്വം, ഇത് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കെട്ടഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകും. അതവിടെ അരൂപിയുടെ പ്രവർത്തനം ഉണ്ടാകും. ഈ തടവറയിൽ അത്ഭുതം നടന്നത് അവിടെ കാണുമ്പോൾ അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ആ തടവറയിൽ കിടക്കുമ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരാരോടും പരാതി പറയാൻ പോകുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പോകുന്നു. ആ ദൈവത്തിന് നന്ദി പറയാം. തമ്പുരാനെ എന്തോ വലിയ പദ്ധതിയാണ്, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഉത്ഥിതനായ ഈശോയെ മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക, ആരാധിക്കുക, വാക്കുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഗാനങ്ങളിലും ഒക്കെ സ്തുതിക്കുക. ആ സമയത്ത് ബന്ധനം അഴിഞ്ഞു പോവുക. സഭയുടെ ഏറ്റവും വലിയ സ്തുതിപ്പാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിലൊരു വ്യക്തി ഉൾച്ചേർന്നുകൊണ്ട് ആ സമയം മുഴുവനും ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന പക്ഷം അവൻ്റെ മേലുള്ള ബന്ധനം അഴിഞ്ഞു പോവും, കെട്ടഴിയും. ചിലപ്പോൾ ആ സമയത്ത് തന്നെ ഹീലിംഗ് ഉണ്ടാകും. നമുക്ക് കഴിഞ്ഞ ആളുകൾ വലിയ അത്ഭുതം ഉണ്ടാകുമ്പോൾ ശരിക്കും പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ആരാധന നടക്കുക. ഈ ആരാധനയുടെ സമയത്ത് ഈ സംഭവം ഉണ്ടാകുക, ആ കുർബാനയുടെ പവർ, പരിശുദ്ധ കുർബാനയുടെ പവർ വരിക. അപ്പോൾ അത് ദൈവത്തിനെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അതൊരു ബഹളം വെക്കലല്ല, വിശ്വാസം വേണം. ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വാസം വേണം. ദൈവത്തെ കണ്ടുകൊണ്ട് വേണം, ഉള്ളുകൊണ്ട് തുറന്നു വേണം പ്രാർത്ഥിക്കണം. ധ്യാനത്തെ കാണാൻ പറ്റും. ആളുകൾ ഉറക്ക സ്തുതിക്കുമ്പോൾ, ഉറക്ക പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയും അവരുടെ അസ്വസ്ഥത വിട്ടുപോവുക. ഇതൊരു ഇമോഷണലായിട്ടുള്ള റിലീസല്ല, മറിച്ച് അന്ധകാര ശക്തി ദേഹത്തു നിന്നും മനസ്സിൽ നിന്നൊക്കെ വിട്ടുപോകും, രോഗങ്ങളൊക്കെ വിട്ടുപോകും. വീടിന് ചുറ്റുമൊക്കെ നമ്മൾ സ്തുതിക്കണം, വീടിനകത്ത് സ്തുതിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ദൈവാരാധന എപ്പോഴും ഹൃദയം ദൈവത്തിന് കൊടുക്കുന്ന വ്യക്തികൾ, എപ്പോഴും ഈശോനാമം ഉച്ചരിക്കുന്ന ജീവിതങ്ങൾ രക്ഷപ്പെടുന്ന കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10, 11, 12 വചനം. അത് സ്വജനത്തിൻ്റെ അടുക്കലേക്ക് വന്നു.
എന്നാൽ അവരാകട്ടെ അവനെ സ്വീകരിച്ചില്ല. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി എന്ന് പറയുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, സാന്നിധ്യത്തിൻ്റെ അനുഭവം കിട്ടുക. അതിൻ്റെ ഗുണം എന്താണ്? നമ്മളെ ബന്ധനം അഴിയുക, നമുക്ക് വിശുദ്ധിയോട് താല്പര്യം തോന്നുക, വിശ്വാസത്തിൻ്റെ വഴിയിലോട്ട് പോകാൻ പറ്റുക, ലൗകികതയോടുള്ള താല്പര്യം കുറയുക, ജഡിക താല്പര്യങ്ങൾ കുറയുക, ഭൗതികതയോടുള്ള താല്പര്യം, ഇൻട്രസ്റ്റ് കുറയുക. എന്നിട്ട് തമ്പുരാൻ്റെ ജീവിതം വിട്ടുകൊണ്ട് അർത്ഥമുള്ള ജീവിതം നയിക്കാനുള്ള കൃപ ലഭിക്കുക. ഫിലിപ്പി ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വചനങ്ങൾ, 4 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങൾ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിൽ നിന്ന് ബന്ധനം ഒഴിയുക. സ്തുതിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത, ആ വ്യക്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തുതിക്കാത്ത വ്യക്തി എന്താ? എൻ്റെ കഴിവ്, എല്ലാത്തിൻ്റെയും പിന്നിൽ ഞാനാണ്, വീടിൻ്റെ പിന്നിൽ ഞാൻ, മക്കളുടെ പിന്നിൽ ഞാൻ, അപ്പൻ്റെ പിന്നിൽ ഞാൻ, എല്ലാ വളർച്ചയുടെ പിന്നിൽ ഞാൻ, എല്ലാം എൻ്റെ കഴിവ്, ഞാനാണ് ദൈവം, എന്നെ ഞാൻ ഉയർത്തി. അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കാൻ മടി കാണിക്കുന്നത്. അവൻ കാരണം കണ്ടുപിടിക്കുന്ന അവനില്ല. അവൻ ഒരു വളർച്ചയുടെ നേട്ടങ്ങളുടെ അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ എന്തിൻ്റെങ്കിലും മഹത്വം, അതിൻ്റെ കാരണം കാണുന്നത് അത് അവനിൽ തന്നെ കാണുക. അതുകൊണ്ട് അവനെ മറ്റുള്ളവർ സ്തുതിക്കണം, അവനെ മറ്റുള്ളവർ ആരാധിക്കണം. പക്ഷേ യഥാർത്ഥ ദൈവഭക്തൻ അതല്ല. യഥാർത്ഥ ദൈവഭക്തൻ തൻ്റെ ജീവിതത്തിലെ മുഴുവൻ നേട്ടങ്ങളുടെയും പിന്നിലെ കാരണക്കാരൻ ദൈവമാണെന്ന് ഏറ്റുപറയുന്നവനാണ്. എല്ലാ ഭൗതികമായതും ആത്മീയമായിട്ടുള്ള വളർച്ചയുടെ, ഉയർച്ചയുടെ, നേട്ടങ്ങളുടെ പിന്നിലെ കാരണം എൻ്റെ ദൈവമാണ്, കർത്താവാണ്, ഈശോ മിശിഹായാണ് എന്ന് ഏറ്റുപറയുന്നവന് മാത്രമേ മനസ്സ് തുറന്ന് സ്തുതിക്കാൻ പറ്റുള്ളൂ. മറിച്ച് പലരും ചെയ്യുന്നത് എല്ലാറ്റിൻ്റെയും പിന്നിലെ കാരണക്കാരാണ്. പലപ്പോഴും തകർച്ചകൾ വരുമ്പോൾ അതിന് കാരണക്കാരൻ ദൈവം, നേട്ടങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നിലെ കാരണക്കാരൻ അവൻ തന്നെ. അവൻ കാരണം എല്ലാം. പക്ഷേ തകർച്ച വരും, തമ്പുരാൻ കാരണമാണ്. ഒരു വീട്ടിലൊരു മരണം നടന്നു, ദൈവം കാരണം. അല്ല, അത് എല്ലാം ദൈവം കാരണം. നീ പ്രാർത്ഥിക്കാൻ പോയതുകൊണ്ട് ഈ കുടുംബത്തിൽ പ്രശ്നം വന്നത്, അതിനെല്ലാം കാരണം ദൈവത്തിന് കാരണം കൊടുക്കുകയാണ്. തകർച്ചകളുടെ എല്ലാം കാരണക്കാരൻ ദൈവം, നേട്ടങ്ങളുടെ കാരണക്കാരൻ അവൻ അല്ല. യഥാർത്ഥ ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരുവൻ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിമിഷങ്ങളുടെയും കാരണക്കാരൻ, മുഴുവൻ നേട്ടങ്ങളുടെയും കാരണക്കാരൻ, മുഴുവൻ വളർച്ചയുടെയും കാരണക്കാരൻ അവൻ ദൈവമാണെന്ന് അവൻ ഏറ്റുപറയുക. അവനത് ഏറ്റുപറയാൻ സന്തോഷമാണ്, ആനന്ദമാണ്. അങ്ങനെ ഏറ്റുപറയുന്നതിന് ആഹ്ലാദം കണ്ടെത്തുക. എന്നിട്ട് അവൻ ദൈവത്തെ സ്തുതിക്കുക. അതാണ് സ്തുതിപ്പ്. ഓട്ടോമാറ്റിക്കായി സ്തുതിച്ചു പോവുക. എല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുക, മുഴുവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതാണ് ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത് എന്ന് സങ്കീർത്തകൻ പറയാറില്ലേ? പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്, അതാണ് ദൈവഭക്തനത. അങ്ങനെയുള്ള വ്യക്തിക്ക് സ്തുതിക്കാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തി സ്തുതിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ വ്യക്തിയുടെ ജീവിതത്തേക്ക് കടന്നു വരിക. അങ്ങനെയുള്ള സ്തുതിപ്പ് അല്ലാണ്ട് വെറുതെ ശബ്ദമുണ്ടാക്കുന്നതല്ല, കുറേ ബഹളം വെക്കുന്നതല്ല. മറിച്ച് ആഴമുള്ള വിശ്വാസത്തോടെ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാരണം, തൻ്റെ ആത്മാവിൻ്റെ രക്ഷയുടെ കാരണം, തൻ്റെ ശരീരത്തിൻ്റെ രക്ഷയുടെ കാരണം, തൻ്റെ സഹനങ്ങളുടെ കാരണം, വേദനകൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. എൻ്റെ ദൈവമറിയാതെ യാതൊന്നും എനിക്ക് സംഭവിക്കില്ല. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്നുണ്ട്. ആ തമ്പുരാനെ വിട്ടുപോകാൻ എനിക്കാവില്ല. ആ ദൈവത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിച്ചതാണ്, സമർപ്പിച്ചതാണ്, വിട്ടുകൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിന് ഹല്ലേലൂയ യേശുവേ എന്ന് പറയുമ്പോൾ ആ നിമിഷം അവൻ്റെ മേൽ ആത്മാവ് ഇറങ്ങുകയാണ്. പൗലോസും സീലാസും തടവറയിൽ കഴിയുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഈ തടവറയിൽ കഴിഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ പറ്റുക, ദൈവത്തെ മഹത്താൻ പറ്റുക. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ സ്തുതിക്കാറില്ല, പഴി പറയാറുള്ളൂ, കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി പേരെ കുറ്റപ്പെടുത്തും, ഒത്തിരി പേരെ നമ്മൾ അകത്താക്കും, ഉപദ്രവിക്കും, ആക്ഷേപിക്കും. പക്ഷേ ഇവിടെ തടവറയിൽ കഴിയുന്നവർ, ബന്ധനത്തിൽ കഴിയുന്നവർ ഹല്ലേലൂയ സ്തുതിക്കുക. അവർക്കറിയാം ഇത് ദൈവം അറിയാം, അത് സംഭവിക്കില്ല. അവിടേക്ക് ദൈവത്തിൻ്റെ ശക്തി, അഭിഷേകം, ആത്മാവിൻ്റെ പ്രവർത്തനം വരും. അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായെന്നാണ് പറയുന്നത്. അതെ,
പൗലോസ് ശീലാസ് അവരെ പോലെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഭൂകമ്പങ്ങളുണ്ടാകും, വലിയ ഭൂകമ്പം, ഭൂമി ഇളകും, നമ്മളിരിക്കുന്നിടത്ത് അത്ഭുതങ്ങളുണ്ടാകും, അടയാളമുണ്ടാകും, രോഗശാന്തികളുണ്ടാകും, വിടുതലുണ്ടാകും, മാനസാന്തരങ്ങളുണ്ടാകും, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഴുവൻ നേട്ടങ്ങളുടെയും മുഴുവൻ വിജയങ്ങളുടെയും എല്ലാത്തിൻ്റെയും പിന്നിൽ, എല്ലാത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാര്യങ്ങളുടെയും പിന്നിൽ എൻ്റെ ദൈവമാണെന്ന് സന്തോഷത്തോടെ ഏറ്റുപറയുന്നവൻ അതാണ് സ്തുതിപ്പ്. അങ്ങനെ സ്തുതിക്കുന്നൊരു ജീവിതത്തിലേക്ക് ആത്മാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവനെ ആർക്കും തടവറയിലിടാൻ പറ്റത്തില്ല, അവനെ ആർക്കും ബന്ധിക്കാനും പറ്റില്ല, ഒരു പിശാചിനെ പിടിക്കാൻ പറ്റത്തില്ല. കാരണം ആ ദൈവം തന്നെ അവനെ അവിടുന്ന് പുറത്തു കൊണ്ടുവരും. പൗലോസിനെ എത്ര തവണയാണ് യഹൂദർ അവനെ ബന്ധിക്കാനായിട്ടും അവനെ കൊല്ലാനായിട്ടും എത്ര ശ്രമങ്ങൾ നടത്തുന്നത്, എല്ലാം പരാജയപ്പെട്ടു പോവുക. ദൈവമായ കർത്താവ് അവനെ കൈക്ക് പിടിച്ച് നടത്തിയ കാരണം അവൻ മുഴുവൻ മഹത്വവും മുഴുവൻ ആരാധനയും മുഴുവനും ദൈവത്തിന് കൊടുക്കുക. അവൻ രക്ഷകനെ ഏറ്റുപറയുക, യേശുവിനെ ഏറ്റുപറയുക, ഉത്തതിനെ ഏറ്റുപറയുക, അവന് വഴിതെറ്റാത്തൊരു ജീവൻ നയിക്കുക, വിശുദ്ധമായ ജീവൻ നയിക്കുക. അപ്പോൾ എല്ലാ തടവറയിൽ നിന്നും ദൈവം അവനെ പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ജീവിതത്തിൻ്റെ ഉറച്ച തീരുമാനം എടുക്കാം. നന്ദി പറയാം. തകർച്ചകളുടെ പിന്നിൽ നമ്മൾ ദൈവം നന്ദി പറയുന്നില്ല. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനെന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും എന്ന് പറയുമ്പോൾ വേണം ആ വചനം ഇങ്ങനെ വേണേൽ നമുക്ക് ധ്യാനിക്കാം. നന്ദിയുള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും, നന്ദിയില്ലാത്തവന് നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. രാവകൽ ഇടമുറിയാതെ ഹല്ലേലൂയ എന്ന് പറയാൻ, സ്തുതിപ്പ് നടത്താൻ തയ്യാറാട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകുക. എല്ലാവരും ക്ഷമിച്ചിട്ട് സ്തുതിക്കണം. സ്തുതിക്കുമ്പോൾ അഭിഷേകം കിട്ടണമെങ്കിൽ എല്ലാവരും ഐക്യത്തോടെ സമാധാനത്തുനിന്നുകൊണ്ട്. അതാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14-മുള്ള വചനത്തിൽ കാണുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കൂ എന്ന് പറയുമ്പോൾ സമാധാനത്തിൽ നിന്നുകൊണ്ട് സ്തുതിക്കട്ടെ. അപ്പോൾ ആ കുടുംബത്തിൽ എല്ലാത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. വേദന വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഹല്ലേലൂയ പറയാൻ മടിക്കരുത്. എപ്പോഴും സ്തുതിക്കണം. എല്ലാറ്റിനും പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. റോമ 8:28 പറയുന്ന പോലെ, അതായത് എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റിത്തരും. ആ ഒരു വിശ്വാസ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നന്ദി പറ. പരാജയങ്ങളുണ്ടാകുമ്പോഴും ഹല്ലേലൂയ പറയട്ടെ, നേട്ടങ്ങളുണ്ടാകുമ്പോഴും ഹല്ലേലൂയ പറയട്ടെ, കുരിശുകളുണ്ടാകുമ്പോഴും ഹല്ലേലൂയ പറയട്ടെ, വലിയ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുമ്പോഴും ഹല്ലേലൂയ, ദൈവം എൻ്റെ ദൈവം എല്ലാം അത് നന്മയാക്കി മാറ്റിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവിടെയാണ് നീ ദൈവത്തിൻ്റെ കരം കാണും. അങ്ങനെ എളിമയോടെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ആരെല്ലാം പ്രാർത്ഥിക്കുന്നു അവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ ദൈവകരം കാണാൻ പറ്റും. അതിനു മുമ്പ് എടുത്തുചാടുന്ന ജീവിതങ്ങൾ, ഈ തമ്പുരാൻ്റെ പദ്ധതികളെ സംശയിച്ചുകൊണ്ട് എടുത്തുചാടുന്ന ജീവിതങ്ങൾക്ക് ഒരിക്കലും ഈ മഹത്വം ദൈവത്തിൻ്റെ കരം കാണാൻ പറ്റത്തില്ല. അവിടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. നമുക്ക് ഹല്ലേലൂയാന്ന് സ്തുതിക്കാം. ആ സ്തുതിപ്പിലൂടെ വലിയൊരു അഭിഷേകം നിറങ്ങട്ടെ. ഇന്നത്തെ ആരാധന സമയത്ത് സ്തുതിപ്പിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരം ഓരോ മകന് അനുഭവമാകട്ടെ. ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യം ഓരോ മകന്റെയും മകളുടെ മേലുണ്ടാകട്ടെ. ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീര് മുഴുവൻ അങ്ങയുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ദുരിതങ്ങൾ അങ്ങയുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങൾ അങ്ങയുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ അവസ്ഥകൾ കർത്താവ് ഏറ്റുപറയുന്നു. ഒത്തിരിയേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സമർപ്പിക്കുന്ന കർത്താവ് ഈശോയെ, ഞങ്ങളുടെ കരുണ കാണിക്കണമേ. എല്ലാ പ്രയാസങ്ങളും മാറ്റണം കർത്താവേ. രോഗികളെ സമർപ്പിക്കുന്ന കർത്താവേ, പാപത്തിന് അടിമവേല ചെയ്യുന്ന മക്കളെ തരുന്ന കർത്താവേ, ഒറ്റപ്പെട്ടു പോയ മക്കളെ തരുന്ന കർത്താവേ, മനസ്സിടിഞ്ഞു പോയ മക്കളെ തരുന്ന കർത്താവേ, ഈശോയെ അങ്ങയുടെ ആണിപ്പഴുള്ള കൈകൾ നീട്ടണമേ. അങ്ങയുടെ അത്ഭുത കരം നീട്ടി ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ. ഈശോ, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ അത്ഭുതങ്ങൾ, ഇടപെടലുകൾ ഞങ്ങൾ ഓരോരുത്തരും അറിയട്ടെ. ഞങ്ങളെ ആത്മാവിൽ ശക്തിപ്പെടുത്തണമേ. ഈശോ, ഞങ്ങൾക്ക് സാക്ഷികളാക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. അങ്ങയുടെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണം കർത്താവേ. ഈശോ, ഓരോ മകനെയും മകളെ തുടരണം കർത്താവേ. അനുഗ്രഹിക്കണം കർത്താവേ. ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജീവിതങ്ങളിലേക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കണമേ.
യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സാത്താന്റെ ശക്തികൾ ഈ മക്കളുടെ ഭവനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബത്തിൽ സമാധാനം നിറയട്ടെ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ, ക്രമം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ദൈവമേ ആരാധന, ആരാധന. കർത്താവ് നമ്മെ ഇപ്പോൾ ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ ആശീർവദിക്കുന്നു. എല്ലാ മക്കളെയും കർത്താവ് തൊടുന്നു. വിശ്വസിക്കാം. നമ്മുടെ കണ്ണുനീരോടുന്ന് തുടച്ചു മാറ്റുന്നു. വിശ്വസിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ഹൃദയം തുറന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ ആരാധന ദൈവമേ. ഹല്ലേലൂയ കർത്താവേ. സർവശക്തനെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ ആരാധന, ആരാധന.